ഹായ് ഗൈസ്, വെൽക്കം ടു എപ്പിസോഡ് 5 ഓഫ് ട്രേഡിംഗ് ലേണിംഗ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് തന്നെ ലാംഗ്വേജ് ആയിട്ടുള്ള കാൻഡിൽ സിക്സിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് കാൻഡിൽ സിക്സ്? ലിറ്ററലി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തിയററ്റിക്കൽ നോളജിൽ പറയുന്നുണ്ടെങ്കിൽ, പ്രൈസ് മൂവ്മെന്റിനെ കാണിക്കുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചർ മാത്രമാണ് കാൻഡിൽ സിക്സ്. നമുക്ക് കാൻഡിൽ സിക്സ് അല്ലാതെയും നമുക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാറ് കാൻഡിൽ സിക്സ് ആണ്. സോ നമ്മൾ ഇന്ന് ആ കാൻഡിൽ സിക്സ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ നമുക്ക് ഒട്ടും ഒഴിക്കേണ്ട, നേരെ ചാർട്ടിലോട്ട് പോകാം. ഗൈസ്, നിങ്ങൾ എല്ലാവരും ഞാൻ ഈ നടുവിൽ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ക്യാൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന് രണ്ട് പാർട്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ ഗ്രീൻ ക്യാൻഡിലോ റെഡ് ക്യാൻഡിലോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ബുള്ളിഷ് ഓർ ബേഷ് അങ്ങനെ ചിന്തിക്കേണ്ട. ജസ്റ്റ് ഒരു ക്യാൻഡിൽ, അത് രണ്ട് പാർട്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്സിൽ ഈ തിന്നായിരിക്കുന്ന പാർട്ടിന്റെ പേരാണ് വിക്ക് ഓർ ഷാഡോ. ഷാഡോ എന്ന് വിളിക്കാം, വിക്ക് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മേലത്തെ സെയിം. ഓക്കെ, സോ ഈ ഒരു പാർട്ടിന്റെ പേരാണ് വിക്ക് ഓർ ഷാഡോ. അതുപോലെ തന്നെ ഈ തിക്കായിട്ടുള്ള ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് ബോഡി. സോ നമ്മൾ പഠിച്ച് ഒരു ക്യാൻഡിലിന് രണ്ട് പാർട്ട് ഉണ്ട്, വിക്ക് ആൻഡ് ഷാഡോ. അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ആർ ടു ടൈപ്പ്. നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിൽ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ബുള്ളിഷ് ക്യാൻഡിൽ, എന്താണ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിലോട്ട് നമുക്ക് പോവാം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വാല്യൂ കൂടുന്ന ക്യാൻഡിൽ, അല്ലെങ്കിൽ വാല്യൂ കൂടുന്ന മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ. ഓക്കെ, അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റെഡ് ക്യാൻഡിൽ ഓർ വാല്യൂ കുറയുന്ന ക്യാൻഡിൽ, അല്ലെങ്കിൽ വാല്യൂ കുറയുന്ന മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബുള്ളിഷ് ക്യാൻഡിലിനെ നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ വിളിക്കാം. അതുപോലെ തന്നെ വാല്യൂ കൂടുന്ന മാർക്കറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റെഡ് ക്യാൻഡിൽ വിളിക്കുക. അതുപോലെ തന്നെ വാല്യൂ കുറയുന്ന മാർക്കറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇനി എങ്ങനെയാണ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലിറ്ററലി ബുള്ളിഷ് ക്യാൻഡിൽ ഓർ ഗ്രീൻ ക്യാൻഡിലിന്റെ മീൻ ചെയ്യുന്നത്? വാല്യൂ കൂടുക എന്നാണ് അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് അടിയിൽ ഓപ്പൺ ചെയ്ത് മേലെ ക്ലോസ് ചെയ്ത്, അപ്പൊ എന്താ ഇവിടുന്ന് മീൻസ് കുറഞ്ഞ പ്രൈസിൽ നിന്ന്, നമ്മുടെ വരക്കുന്ന ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി, കുറഞ്ഞ പ്രൈസിൽ നിന്ന് കൂടിയ പ്രൈസിലോട്ട് മാർക്കറ്റ് പോയി അല്ലേ? അപ്പോൾ ലിറ്ററലി നമുക്ക് ആ മീനിങ് മനസ്സിലായി, എന്തുകൊണ്ടാണ് എന്താ പറയാ വാല്യൂ കൂടുന്ന മാർക്കറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ വിളിക്കുക എന്നുള്ള ആ റീസണിങ് മനസ്സിലായി. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിഫിക്കേഷൻ മനസ്സിലായി. ആൻഡ് ഇനി എങ്ങനെയാണ് ഈ വിക്കും അതുപോലെ തന്നെ ഈ ഒരു ബോഡിയൊക്കെ ഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ ഞാനൊരു റെപ്രസെന്റേഷൻ പറയാം. മാർക്കറ്റ് ഈ ഒരു ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്ത് ദെൻ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അടിയിൽ പോയി. അപ്പോൾ ഏത് മാർക്കറ്റ് ആണെങ്കിൽ അടിയിലോട്ട് മേലോട്ടും പോണ പോലെ തന്നെ ഒരു ഫ്ലക്ച്വേഷൻ പോലെ ജസ്റ്റ് മാർക്കറ്റ് അടിയിലോട്ട് പോയി, ദെൻ മേലെ പോയി അടിയിലൊന്ന് ക്ലോസ് ചെയ്തു. ഇതൊരു സ്റ്റാൻഡേർഡ് ക്യാൻഡിൽ എക്സാമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ നോർമൽ സിനാരിയോയിൽ വരുന്ന ബുള്ളിഷ് ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മാർക്കറ്റ് ലിറ്ററലി മൂവ് ചെയ്യണ ഈ ഒരു ഏരിയനെ, മീൻസ് മൂവ് ചെയ്യണ ഈ ഒരു ഏരിയനെ നമുക്ക് വിക്കായിട്ട് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ടു ക്ലോസ് ആ ഒരു ഏരിയനെ നമ്മൾ എന്താക്കും? ബോഡി ആയിട്ടും കൺസിഡർ ചെയ്യും. മനസ്സിലായിരിക്കുന്നു. മാർക്കറ്റ് ഓപ്പൺ ടു ക്ലോസ് ആയിരിക്കും മാർക്കറ്റിന്റെ ആ ഒരു ബോഡി പാർട്ട്. അതർ ദാൻ മൂവ് ചെയ്യുന്ന ഏരിയനെ നമ്മൾ വിക്കായിട്ട് കാണിക്കും. ഓക്കെ, സോ സിംപ്ലി ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് വിക്ക് വൈൽ ഫോമിങ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇങ്ങനെ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന്റെ മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് റെഡ് കളർ ആക്കാം. റെഡ് കളർ ആവുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ ആവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ റെഡ് കളർ ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ എന്താ മീൻ ചെയ്യുന്നത്? മാർക്കറ്റിന്റെ വാല്യൂ കുറയാണ്. അപ്പൊ എവിടെ ഓപ്പൺ ചെയ്യണം? മേലെ ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അടിയിൽ ക്ലോസ് ചെയ്യണം. അപ്പോഴല്ലേ വാല്യൂ കുറയുക. സോ അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. അതുപോലെ തന്നെ ഈ ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും സെയിം തന്നെയാണ്. നമ്മൾ വിളിക്കാനുള്ളത് പോലെ സെയിം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് മാറും. അതുപോലെ തന്നെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്താ പറയാ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈസ് ഫോം ചെയ്യുക? മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത്, ഇത് സ്റ്റാൻഡേർഡ് ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആണ്. ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇതിന് അടിയിലോട്ട് പോയിട്ട് ജസ്റ്റ് എന്താ പറയുക മേലേക്ക് എവിടെയും പോയി ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു
പ്രൈസിന്റെ ഓപ്പൺ ടു ക്ലോസ് നമ്മൾ ബോഡി ആയിട്ടും കാണും, അതർ ദാൻ മൂവ് ചെയ്യണേ നമ്മൾ എന്താക്കും, വിക്ക് ആയിട്ടും കൺസിഡർ ചെയ്യും. സോ ലിറ്ററലി ഇങ്ങനെയാണ് ഒരു ബെയറിഷും ബുള്ളിഷും ക്യാൻഡിൽ നമ്മൾ വേർതിരിക്കുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ തന്നെ ഇത് ഈ ക്ലോസ് ചെയ്യുമ്പോൾ ഓരോ, ഇപ്പൊ നമുക്ക് ഇവിടെ ഡെയിലി കാണുന്നുണ്ട്, 4 ഹവർ കാണുന്നുണ്ട്, 1 ഹവർ കാണുന്നുണ്ട്, മീൻസ് പല ടൈം ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ ആ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈം ഫ്രെയിമിനനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ 1 ഹവറിൽ പോയി കഴിഞ്ഞാൽ 1 ഹവർ കൊണ്ട് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഡെയിലി പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡേന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ആവുന്ന ക്യാൻഡിൽ ആയിരിക്കും ഇവിടെ കാണുന്നത്. സോ സിംപ്ലി അതുകൂടെ. ഇനി നമുക്ക് രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് നോക്കാം, ജസ്റ്റ് എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ നമുക്ക് ഫോം എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബെയറിഷിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ക്യാൻഡിലാണ് നോക്കണം കേട്ടോ. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്ത്, മാർക്കറ്റ് ഓപ്പണിങ് മേലെ ആയിരിക്കും, ദെൻ കുറച്ചൊന്ന് മേലെ പോയി അതിന്റെ അടിയിലോട്ട് പോയി, ഇവിടെ കണ്ടോ അടിയിലോട്ട് പോയിട്ട് പിന്നെ എന്തായത്, കുറച്ച് മാർക്കറ്റ് ഉണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് മേലെ പോയി ക്ലോസ് ചെയ്തു. ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ് അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, പക്ഷെ സ്റ്റാൻഡേർഡ് അല്ലാത്ത പല ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ വേറെ കാണാനും പറ്റുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടോ, യാ ഇവിടെ നമുക്ക് മേലോട്ട് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മേലോട്ട് പോകുന്നേ ഇല്ല, നേരെ അടിയിലോട്ട് പോവാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറെ ക്യാൻഡിൽ ഉണ്ടോ, മാർക്കറ്റ് ഒന്ന് മേലോട്ട് പോയി പിന്നെ നേരെ അടിയിലോട്ടാണ് പോയത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്യാൻഡിലിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ഓരോ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഓരോ 1 ഹവറിലും ഡെയിലിയിലും അതുപോലെ തന്നെ 5 മിനിറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അതൊരു ബേസിക് ഐഡിയ കിട്ടും ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യണം എന്നുള്ളത്. ഈ ഒരു സെക്ഷനോട് കൂടി മാർക്കറ്റിൽ 2 കൈൻഡ് ഓഫ് ക്യാൻഡിൽസും അതുപോലെ തന്നെ 2 കൈൻഡ് ഓഫ് ക്യാൻഡിൽസ് എങ്ങനെ ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ മാർക്കറ്റിൽ 3 കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അക്യുമുലേഷൻ, അതുപോലെ തന്നെ ബുള്ളിഷ് സ്ട്രക്ചർ ആൻഡ് ബെയർ സ്ട്രക്ചർ. അതിനെ പറ്റി പഠിക്കും. ആൻഡ് ആൾസോ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വരും സീരീസിൽ പഠിക്കണം. ഫോർ എക്സാമ്പിൾ PO3 ആൻഡ് OHLC ആൻഡ് OHLC എന്ന് പറഞ്ഞ ഡിഫറെന്റ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.